ദൈവപുരുഷനായ മോശയുടെ മരണശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ദൈവം യോശുവയെ തിരഞ്ഞെടുത്തു. അതിനു മുമ്പേ മോശയുടെ കൂടെ നടന്ന് യോശുവ നേതൃത്വത്തിൻ്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ പരിശീലന കളരിയിൽ അഭ്യസിക്കാതെ നമുക്ക് വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ കഴിയുകയില്ല. ഇങ്ങനെ വലിയ ഒരു പുരുഷാർത്ഥത്തെ നയിക്കുവാൻ ഒരുങ്ങുന്ന യോശുവയോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം അത്രേ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പവും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. നമ്മുടെ രക്ഷിതാവായ ദൈവം അദൃശ്യനായ കൂട്ടാളിയും സഹായിയുമായി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. മോശയുടെ പിൻഗാമി എന്ന നിലയിൽ യോശുവ ഇസ്രായേൽ ജനതയുടെ നേതാവായി കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെയാണ് യോശുവയ്ക്ക് ഈ സത്യം ബോധ്യപ്പെട്ടത്. താൻ യെരിഹോവിനെ കീഴടക്കുന്നതിന് മുമ്പ് ആ പട്ടണത്തിന് പ്രതിരോധ ശക്തി എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പാളയത്തിന് പുറപ്പെട്ടപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള തൻ്റെ മേലുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഭാരം അതിഭയങ്കരമാണെന്ന് യോശുവയ്ക്ക് തോന്നിയിരിക്കണം. അവർ പട്ടണത്തിനരികെ എത്തിയപ്പോൾ ഒരാൾ കയ്യിൽ വാൾ ഉരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. ആ യോദ്ധാവ് ദൈവത്തിൻ്റെ ദൂതൻ അഥവാ മനുഷ്യരൂപത്തിൽ ദൈവം തന്നെയായിരുന്നുവെന്ന് യോശുവയ്ക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 13-14 വാക്യം. ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞ ശേഷവും ഇസ്രായേലിൻ്റെ നേതാവ് യഹോവയുടെ സൈന്യത്തിന് അധിപതിയായി തന്നെ തൻ്റെ ഭാഗത്തുള്ളത് കൊണ്ട് തനിക്ക് ഭയപ്പെടാനൊന്നുമില്ലെന്ന് യോശുവയ്ക്ക് അറിയാമായിരുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധമില്ലായിരുന്നെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടെ വേലകൾ നിർവഹിക്കാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ലെന്ന് അനേകം മിഷണറിമാർ സാക്ഷീകരിച്ചിട്ടുണ്ട്. ഇപ്രകാരം ഒരു സാക്ഷ്യം പ്രായം ചെന്ന ഒരു സഹോദരിയിൽ നിന്ന് കേൾക്കുവാൻ ഇടയായത് ഡബ്ലസ് കൂപ്പർ എന്ന ദൈവദാസൻ വിവരിച്ചിട്ടുണ്ട്. മുമ്പ് ആഫ്രിക്കയിൽ വേല ചെയ്ത ആദ്യ മിഷണറിമാരായിരുന്നു അവരും ഭർത്താവും. നരഭോജികൾ പാർത്തിരുന്ന ഗ്രാമങ്ങളിലേക്ക് തങ്ങൾ ചെന്നപ്പോൾ ഭയം കൊണ്ട് താൻ കിടുകിട വിറച്ചുപോയ കാര്യം ആ സഹോദരി വിവരിക്കുകയുണ്ടായി. രാത്രിയിൽ ചെണ്ടയടിച്ചും അതിനൊപ്പിച്ച് നൃത്തം ചെയ്യുന്ന അഗ്രതന്മാരുടെ അട്ടഹാസവും കേട്ടപ്പോൾ തൻ്റെ മനസ്സിലുണ്ടായ വികാരങ്ങൾ എന്തെന്ന് അവർ വരച്ചു കാട്ടി. തങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കുമായിരുന്നുവെന്ന് അവർ പറഞ്ഞു. ആ സമയത്ത് എന്തായിരിക്കും അവരെ താങ്ങി നിർത്തിയെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആഴമായ ബോധം മാത്രമായിരുന്നു എന്നായിരുന്നു മറുപടി. നാം ആവരും യോശുവയെ പോലെ ആ വലിയ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരല്ല. ഈ കാലത്ത് ജീവിക്കുന്ന നമ്മിൽ അനേകരും നരഭോജിയുടെ അടുക്കലേക്ക് സുവിശേഷമായി പോകുവാനും സാധ്യതയില്ല. എന്നാൽ നാം എല്ലാവരും തന്നെ സംഘടനകളെയും ഭീതിപ്പെടുത്തുന്ന സാഹചര്യങ്ങളെയും നേരിടുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം തനിയല്ല എന്ന് നമുക്ക് ഓർക്കാം. യേശു ക്രിസ്തു നമ്മുടെ അദൃശ്യനായ കൂട്ടാളിയായി നമുക്ക് ഒപ്പമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം അരികിലുണ്ടെന്ന് രുചിച്ചറിയുക. അവിടെ നമ്മെ തനിയെ വിടുന്നവനല്ല, എന്നാളും കൂടെയിരിക്കും.